കണ്ടില്ലേ, 2 വിത്ത് പാകിയതാണ്. ഒരെണ്ണം പോലും കേടായില്ല, എല്ലാം കിളിച്ച് കിട്ടി. കണ്ടില്ലേ, വിത്ത് എടുക്കണതിൻ്റെ അന്ന് തന്നെ ചട്ടിയിലങ്ങ് പാകണം. ഞാൻ നടുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ എനിക്ക് ഇന്നലെ കിട്ടിയതാണ്, ഞാൻ വാങ്ങിച്ചത്. ചട്ടികളിലെല്ലാം മണ്ണ് ഇതേപോലെ അരപ്പരുവാക്കി വയ്ക്കുക. എന്നിട്ട് ഇത് കുഴി ഉണ്ടാക്കി അതിലോട്ട് നടുക. കണ്ടില്ലേ, മണ്ണ് പാകമാക്കി വെച്ചിട്ട് ഇതിങ്ങനെ കുഴി ഉണ്ടാക്കി ഇതിൽ നട്ട് വെച്ച് കൈവെള്ളം കുടഞ്ഞു കൊടുത്താൽ മതി. ഒരു ദിവസം തണലിൽ വെച്ചേക്കണം, ബാക്കി ഉള്ള ദിവസം വെയിലത്ത് വേണം. ഇതിപ്പോൾ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ചെയ്ത് വയ്ക്കണത്. ഇതുണ്ടോ, വിത്തുകൾ പാകി വെച്ചേക്കണതാണ്. ഉണ്ട്, ഇതുപോലെ കവറിലൊക്കെ ഇട്ട് വയ്ക്കാം, നമ്മളെ സൗകര്യം പോലെ എടുത്ത് മാറ്റി നടാം. കണ്ടില്ലേ, ഇതൊക്കെ മാറ്റി നടാറായി. ബഡ് ചെയ്യണമെങ്കിൽ ബഡ് ചെയ്യാം. അപ്പോൾ ഈ തൈകൾ നട്ടിട്ട് കാണിക്കാം. ചട്ടികളെല്ലാം നേരത്തെ തയ്യാറാക്കി വയ്ക്കണം. എന്നിട്ട് മണ്ണ് ഇതുപോലെ കുത്തി മാറ്റിയിട്ട്, മധ്യത്തുനിന്ന് കുത്തി മാറ്റിയിട്ട് തൈകൾ നട്ട് വെച്ചാൽ മതി. നമ്മളെ 10 മണിച്ചെടിയെല്ലാം ഉണ്ട്. 10 മണിച്ചെടി ഒടിച്ച് അടീനിയം ഏത് ചെടി നട്ടാലും അതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലെ നട്ടു വയ്ക്കണം. ഇതേപോലെ നട്ടു വയ്ക്കണം. അപ്പോൾ ചെടിക്ക് ഒരു തണലുമായി കൂട്ടുമായി. കണ്ട, ഈ ചട്ടികളിലെല്ലാം ഞാൻ നടും. അതേപോലെ നട്ടു വെച്ചതാണ് ഇത്. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ നട്ടു വെച്ചതാണ്. മൊട്ട് വരണണ്ട, 10 മണി ചെടികൾ കിളിച്ച് വയ്ക്കണണ്ട. കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിലും അതേപോലെ 10 മണികൾ നട്ടു വെച്ച് കൊടുക്കാം. ഒരു ചെടിയും കേടായി പോവില്ല. അടീനിയത്തിൻ്റെ വിത്തുകൾ ഇതിൽ പാകി കൊടുക്കാം, കിളിച്ച് കയറും.